ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പോസിറ്റീവ് തിങ്കിങ്? നമുക്ക് നല്ലത് മാത്രമേ വരാവൂ, നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്നതാണോ? എന്നാൽ അതങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണോ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നല്ല വശങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏത് കാര്യം എടുത്താലും അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. രണ്ട് തരത്തിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഉദാഹരണത്തിന്, ഒരു പരിശോധനയിൽ കൂടി നമുക്കൊരു രോഗമുണ്ടെന്ന് തെളിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി ഏത് രോഗമാണെങ്കിലും നമ്മളെ അത് അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യമാണ്. ഇനി നമുക്കല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ നമുക്കെങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് നോക്കിക്കാണാം? എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന രോഗങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇനി ഏത് രോഗമാണെങ്കിലും അത് കൂടിയതുപോലെ തന്നെ കുറയാനുമുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഏതൊക്കെ രീതിയിലുള്ള ചികിത്സകളാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാം. ട്രീറ്റ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് മാറ്റം വരുത്താം, നമ്മുടെ ആഹാര രീതിക്കകത്ത് മാറ്റം വരുത്താം, മൊത്തത്തിലുള്ള നമ്മുടെ ചിന്താഗതിക്കകത്ത് മാറ്റം വരുത്താം. അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത്? ഈ ഒരവസ്ഥയെ മറികടക്കാനായിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. എന്നിട്ടും രോഗം മാറുന്നില്ലെങ്കിൽ അത് പ്രകൃതിയുടെ തീരുമാനമായിട്ട് ഞാൻ കരുതും. അതുപോലെ ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാതിരിക്കാം. ഈ രോഗത്തെ കൂട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മുടെ മുൻപിൽ വരുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ മെച്യൂരിറ്റി കൂട്ടുന്നുണ്ട്. തന്നെയല്ല, അത് മനസ്സിനെ ഒരു പ്രത്യേക തലത്തിലെത്തിക്കുന്നുണ്ട്. ശരീരത്തിന് നിരന്തരം പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. കേടുവന്ന കോശങ്ങൾക്ക് പകരം പുതിയത് നിർമ്മിക്കപ്പെടുന്നു. നിലനിൽപ്പിന് വേണ്ടി ഓരോ നിമിഷവും അത് സ്വയം റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏത് മാറാത്ത രോഗമാണെന്ന് പറഞ്ഞാലും അത് മാറാനുള്ള ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും തന്നെ സംഭവിക്കാം. കാരണം ഒരു രോഗം എങ്ങനെ വരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ അത് മാറത്തില്ല എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ സന്തോഷവും നല്ല ഉറക്കവും പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളാണ്. ഓരോ സാഹചര്യത്തിനുമുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അത് വളരെ പ്രധാനമാണ്. ഈ ഒരു രോഗത്തെ ഇല്ലാതാക്കാനായിട്ട് എനിക്ക് പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഇനിയും ഞാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചിന്തകൾക്കും സംസാരത്തിനും അവിടെ പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് ചിന്തയും അത് അമിതമായി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്രിയാത്മകമായിട്ടുള്ളൊരു മനോഭാവമാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിബന്ധമാണെങ്കിലും ജോലിയാണെങ്കിലും ഒക്കെ തന്നെ അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. ഏത് വ്യക്തി എടുത്താലും നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട്. എന്നാൽ ഇവിടെ ഏത് കാര്യത്തിനകത്താണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ എനർജി ലെവൽ. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് തന്നെ സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരും. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ല. എല്ലാവരിലും ചില കഴിവുകളുണ്ട് എന്നതുപോലെ തന്നെ എല്ലാവരിലും പ്രകൃതിയാൽ തന്നെ ചില കുറവുകളുമുണ്ട്. എന്നാൽ ഇവിടെ സമൂഹത്തിനൊരു സൈക്കോളജി ഉണ്ട്. ചില സാഹചര്യത്തിൽ അത് മറ്റുള്ളവരുടെ പോസിറ്റീവ് വശം മാത്രം പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നു. എന്നാൽ മറ്റ് ചില സാഹചര്യത്തിൽ ചിലരുടെ നെഗറ്റീവ് വശം മാത്രമാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ സ്വയം വിലയിരുത്തുമ്പോൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലാണോ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതോ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലാണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്? അതനുസരിച്ചിരിക്കും നമ്മുടെ ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ തന്നെ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.